ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വായന ഭാഗം 1 രാജാക്കന്മാർ 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 1 അധ്യായത്തിൻ്റെ 20 വാക്യം. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. 11 നൂറ്റാണ്ടിലെ പ്രവാചകരിൽ പ്രമുഖനായിരുന്നു ശമൂവേൽ. വ്യത്യസ്ത പദവികൾ അലങ്കരിച്ച ശമൂവേൽ ഇസ്രായേൽ ചരിത്രത്തിന് നൽകിയ സംഭാവനകൾ ഏറെ വിലമതിക്കത്തക്കവയായിരുന്നു. ശമൂവേൽ എന്ന പേര് 134 പ്രാവശ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ശമൂവേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവനാമം അഥവാ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്നതാണ്. ശമൂവേലിൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ശമൂവേലിൻ്റെ 1 പുസ്തകത്തിൽ നിന്നും നമുക്ക് അറിവ് ലഭിക്കുന്നു. ശമൂവേലിൻ്റെ വളർച്ചയും പ്രവർത്തനങ്ങളും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായി, ഏലി പുരോഹിതന്റെ ശിക്ഷണത്തിലും സംരക്ഷണയിലും വളർന്നു വന്ന ശമൂവേൽ. ദീർഘവർഷങ്ങൾ മക്കളില്ലാതിരുന്ന ഹന്ന എൽക്കാനയോടൊപ്പം വർഷം തോറുമുള്ള യാഗത്തിന് ശീലോവിൽ വരിക പതിവായിരുന്നു. അങ്ങനെ വിശുദ്ധ സ്ഥലമായ ശീലോവിലുള്ള ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമൂവേൽ എന്ന പൈതൽ. അതിനാൽ ശമൂവേലിൻ്റെ ജനനം ശീലോവ് പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അന്ന് 12 ഗോത്രങ്ങളുടെയും പ്രധാന ആരാധനാ കേന്ദ്രം ശീലോവ് ആയിരുന്നു. യഹോവയുടെ സിംഹാസനമായി കരുതിയിരുന്ന ദൈവത്തിൻ്റെ പെട്ടകം സൂക്ഷിച്ചിരുന്നതും ശീലോവിൽ ആയിരുന്നു. അന്ന് ശീലോവിലെ പുരോഹിതൻ ഏലിയും ആയിരുന്നു. ഹന്ന തൻ്റെ നേർച്ച നിവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി മുലകുടി മാറിയ പൈതലിനെയും കൊണ്ട് ശീലോവിൽ ഏലി പുരോഹിതൻ്റെ അടുക്കൽ എത്തുന്നു. അങ്ങനെ അന്നു മുതൽ ഏലി പുരോഹിതൻ്റെ ശിക്ഷണത്തിലും സംരക്ഷണയിലും വളർന്നു വരുവാൻ ശമൂവേലിന് സാധിച്ചു. രണ്ടാമതായിട്ട്, ദൈവവിളിക്ക് കാതോർത്ത ശമൂവേലിനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. വൈവിധ്യമാർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശമൂവേൽ. ന്യായാധിപൻ, പുരോഹിതൻ, ദൈവപുരുഷൻ, ദർശകൻ, പ്രവാചകൻ എന്നീ നിലകളിൽ ശമൂവേലിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ന്യായപാലനം നടത്തുവാൻ ശമൂവേലിന് കഴിഞ്ഞു. അങ്ങനെ ഇസ്രായേലിനെ ഒരു സംഘടിത സമൂഹമാക്കുന്നതിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അവരുടെ ഇടയിൽ സ്ഥിരപ്പെടുത്തുന്നതിലും ശമൂവേൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ 1 ശമൂവേൽ 25 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ശമൂവേൽ മരിച്ചു, ഇസ്രായേലൊക്കെയും ഒരുമിച്ച് കൂടി അവനെക്കുറിച്ച് വിലാപിച്ചു. രാമയിൽ ശമൂവേലിൻ്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു എന്ന് അവിടെ പറയുന്നു. മാതൃകയോടെ ജീവിക്കുകയും ജനത്തിൻ്റെ മുമ്പാകെ നല്ല സാക്ഷ്യം വഹിച്ചവനുമായ വ്യക്തിയായിരുന്നു ശമൂവേൽ. ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന മാതാവായ ഹന്നയോടൊപ്പം ഉള്ള ജീവിതവും ഏലി പുരോഹിതന്റെ ശിക്ഷണത്തിലും സംരക്ഷണയിലും വളർന്നു വരികയും ചെയ്തത് ശമൂവേലിൻ്റെ ജീവിതത്തിൽ ഏറെ സാക്ഷ്യത്തിന് കാരണമായിട്ട് തീർന്നു. മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ ശമൂവേലിന് അത് ഏറെ ഉപകാരപ്രദമായിട്ട് തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ശമൂവേൽ നമുക്ക് ഏവർക്കും ഒരു മാതൃകയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, സാക്ഷ്യ ജീവിതം നയിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.